ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് കുബൂസാണ്. എല്ലാവരും മൈദ വെച്ചാണ് കുബൂസ് ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ കുബൂസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ കുബൂസിന് വൈറ്റ് കളറല്ലാന്നേ ഉള്ളൂ, വേറെ ടേസ്റ്റിലും ഒന്നും വ്യത്യാസമില്ല. നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള കുബൂസ് നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനായി ഞാൻ 1 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 5 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മളിപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിൻ്റെ കണക്കിലാണ് എല്ലാ ഐറ്റംസും കാണിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് പാലിൽ ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്, അധികം ചൂട് പാടില്ല. വളരെ ചെറിയ ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഒരു 10 മിനിറ്റ് ആക്ടിവേറ്റ് ആകാനായിട്ട് വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തത്. ഇപ്പം വേറെ ബോൾ പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ 1.5 സ്പൂണൊക്കെ വേണ്ടി വരും. ഇപ്പം 10 മിനിറ്റായി. 10 മിനിറ്റിന് ശേഷം ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് നന്നായി കുഴയ്ക്കണം. അപ്പോൾ ഞാൻ 5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആക്ടിവേറ്റ് ആക്കി വെച്ചിരിക്കുന്ന പാലും ഈസ്റ്റും കൂടി ചേർന്നത് ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മതിയാവില്ല ഈ പൊടി കുഴയ്ക്കാനായിട്ട്. ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായി കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ട് അടച്ച് ഒരു 2 മണിക്കൂറോളം പൊങ്ങാനായിട്ട് വെക്കണം. ആദ്യം തന്നെ പാത്രത്തിൽ ഒന്ന് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വീർത്ത് വരുമ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തൊട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി. അപ്പോൾ നന്നായി വീർത്ത് കിട്ടും. ഇതിപ്പം 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് മെല്ലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട. മെല്ലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്ന അത്ര പോരാ, ഒരു 2 ചപ്പാത്തിയുടെ മാവ് നമ്മൾ എടുക്കണം ഒരു കുബൂസിന്. നല്ല കനത്തിൽ വേണം ഇത് പരത്താനായിട്ട്. നല്ല വലുപ്പമുള്ള ഉരുളകളായിട്ട്. ഇപ്പം ഞാൻ 5 കപ്പ് പൊടി എടുക്കുമ്പം ഒരു 13 ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് കൈമ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ചെറുതായി എണ്ണ തൊട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചപ്പാത്തി കല്ലെടുത്തിട്ട് ചെറുതായി പൊടി തൊട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കനം കുറഞ്ഞ് പരത്തണ്ട, കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. കുബൂസിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാനായിട്ട് ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിൻ്റെ ഒപ്പം സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് പാൻ ചൂടാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുബൂസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം ആദ്യം വേവിക്കാനായിട്ട്. ഒരു പ്രാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അടുത്ത സൈഡ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും 2 സൈഡും നമ്മൾ ആദ്യം ഇടുമ്പോൾ നല്ല സിമ്മിലിട്ട് വെച്ചാലേ അത് കുക്കാവുള്ളൂ. എന്നാലാണ് നമുക്ക് നല്ല ബോളായിട്ട് കിട്ടുക. 2 സൈഡും സിമ്മിലിട്ട് ഒരുവിധം വെന്തതിന് ശേഷം ഇനി അടുത്ത സൈഡ് മറിച്ചിടുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ബോളായിട്ട് ഒറ്റ ബബിൾ പോലെ ഇത് കിട്ടും. ഇങ്ങനെ വന്നാലാണ് കുബൂസ് നല്ല സോഫ്റ്റായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡിയായി. നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കുബൂസ് ഒന്ന് പൊട്ടിച്ച് നോക്കാം.
ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ സോഫ്റ്റായിരിക്കണമെന്ന്. ഇത് കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. മൈദയൊക്കെ അധികം കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിന് പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ് മൈദ വെച്ച ഓരോ സാധനങ്ങൾ പരീക്ഷിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഈ കുബൂസ് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വീട്ടിൽ ഉണക്കി പൊടിച്ച ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത്ര സോഫ്റ്റായിട്ട് വന്നത്. ട്രൈ ചെയ്ത് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.